മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേരുമെന്ന് ഉറപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അറിവോടെയാണ് പത്മജ ബി.ജെ.പിയിലേക്ക് എത്തുന്നതെന്നാണ് സൂചന. പത്മജയ്ക്കായി എറണാകുളം അല്ലെങ്കിൽ ചാലക്കുടി സീറ്റ് പരിഗണനയിലുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. രാജ്യസഭാ സീറ്റും പാർട്ടി പദവിയും ഉൾപ്പെടെ കിട്ടിയേക്കാമെന്നും പുറത്തുവരുന്ന വിവരങ്ങളിൽ പറയുന്നു. വാഗ്ദാനം ചെയ്തിരുന്ന രാജ്യസഭാ സീറ്റ് നൽകാത്തതും തന്നെക്കാൾ ജൂനിയറായവരെ രാജ്യസഭയിലേക്ക് അയച്ചതുമാണ് പത്മജയെ ചൊടിപ്പിച്ചത്. തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് കോൺഗ്രസിനെ കുറിച്ചുള്ള വിവരങ്ങൾ നീക്കി പകരം ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ഫ്രം കേരള എന്നാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. കോൺഗ്രസിൽ ഏറെ നാളായി അവഗണിക്കപ്പെടുന്നുവെന്ന് പത്മജ പരാതി പറഞ്ഞിരുന്നുവെങ്കിലും ആരും അത് കാര്യമാക്കാതിരുന്നതൊക്കെ പത്മജയെ അസ്വസ്ഥയാക്കിയിരുന്നു. അതോടൊപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കോൺഗ്രസിൽ നിന്നുള്ളവർ തന്നെ പരാജയപ്പെടുത്തിയതായും കെ കരുണാകരന്റെ സ്മാരക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കെ.പി.സി.സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവരും സഹകരിച്ചില്ലെന്നും പത്മജയ്ക്ക് പരാതിയുണ്ടായിരുന്നു. ബി.ജെ.പിയിലേക്ക് പോകുന്നതായി അഭ്യൂഹമുണ്ടായിരുന്നുവെങ്കിലും അവർ ഫേസ്ബുക്കിലൂടെ വാർത്ത നിഷേധിക്കുകയായിരുന്നു. പിന്നീട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. അതേസമയം പത്മജയുടെ തീരുമാനം ദൗർഭാഗ്യകരമാണെന്നാണ് കെ മുരളീധരൻ എം പി പറയുന്നത്. പത്മജയ്ക്ക് കോൺഗ്രസ് കൊടുത്തത് മുന്തിയ പരിഗണനയും ഉറച്ച വിജയസാധ്യതയുമുള്ള സീറ്റുകളാണെന്നും ചില വ്യക്തികൾ കാലുവാരിയാൽ തോൽക്കുമോ എന്നും മുരളീധരൻ ചോദിച്ചു. പത്മജയെ വളർത്തി വലുതാക്കിയെടുത്തത് കോൺഗ്രസ് പാർട്ടിയാണ്. പത്മജ ചേർന്നതുകൊണ്ട് ബി.ജെ.പിക്ക് കാൽക്കാശിനുള്ള ഗുണമുണ്ടാകില്ലെന്നും മുരളീധരൻ ആരോപിച്ചു. 20 സീറ്റിലും വിജയിക്കാൻ പാർട്ടി തീവ്ര ശ്രമം നടത്തുമ്പോൾ പത്മജയുടെ നീക്കം ചതിയാണെന്നും കെ മുരളീധരൻ ആരോപിക്കുകയാണ്.